പൂക്കടത്തേൽ അഗ്രി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇപ്പം പുതിയതായിട്ട് കുറച്ച് ചെടികളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ ഇന്നലെ വന്ന സ്റ്റോക്കാണിത്. 10 മണി ചെടിയാണിത്. നല്ല വിവിധ ഇനം കളറുകളിൽപ്പെട്ട 10 മണി ചെടിയാണ്. ടേബിൾ റോസ് എന്നറിയപ്പെടും. നല്ല റോസ പോലെ നല്ല ഇതളുകളുള്ള ഒരു ടൈപ്പ് 10 മണി ചെടിയാണ്. അതിൻ്റെ 4-5 വെറൈറ്റി കളറുകൾ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. അതാണ് ടേബിൾ റോസ്. അതുകൂടാതെ ഇംപേഷ്യൻസ് മിനിയേച്ചർ ടൈപ്പാണ്. പല കളറുകൾ ലഭ്യമാണ്. അതിപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണ്. വേരിക്കേറ്റർ കളറുണ്ട്, റെഡ്, പിങ്ക്, ഓറഞ്ച് എല്ലാ കളറുകളുണ്ട്. 5 വെറൈറ്റി കളർ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് സലൂഷ്യ എന്ന് പറഞ്ഞ ചെടിയാണ്. ചീരച്ചെടി എന്ന് ഒക്കെ അറിയപ്പെടും. നല്ല മനോഹരമായ പൂക്കളാണ്. ഇതിൻ്റെ പൂവ് കുറേ കാലം നീണ്ടു നിൽക്കുന്നതാണ്. ഇത് ചട്ടിയെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും. നല്ലൊരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളതാണ്. കൊലയായിട്ട് നല്ല ബുഷായിട്ട് കുറേ നിറച്ച് ഉണ്ടാകുന്നൊരു ചെടിയാണിത്. ഇതൊരു പുതിയൊരു വെറൈറ്റി ചെടിയാണ്. എഫ്സിയ എന്ന് പറയും. ഇത് വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ച് ഹാഫ് ഷെയ്ഡൊക്കെ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടിയാണ്. നല്ല പൂക്കളൊക്കെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണ്. നല്ല മനോഹരമായ പൂക്കളാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു വെറൈറ്റി ചെടിയാണ് ഇത്. ഇതിനു മുമ്പ് അത് നമുക്ക് ലഭ്യമായിട്ടില്ല. അധികം ഈ ചെടിക്ക് അധികം വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നല്ലോണം പൂക്കൾ കണ്ടില്ലേ. നല്ല മനോഹരമായ ചെടിയാണ്. നല്ല പൂക്കൾ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഒരു ചെടിയാണിത്. ഇതിവിടെ ലഭ്യമാണ്. 2 കളറിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്ന പെൻറ്റാസ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ഒരു ചെടിയാണ്. ഇത് അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ചീഞ്ഞു പോകുന്ന ചെടിയല്ല. അത് 3-4 കളറിൽ ലഭ്യമാണ്. പിങ്ക്, റെഡ്, വൈറ്റ് ഇങ്ങനെ പല കളറിൽ ലഭ്യമാണ്. നല്ലൊരു ചെടിയാണ്. അത് നമുക്ക് എവിടെയും വെയിലിലും മഴയത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ സീനിയ 3-4 കളറിൽ ലഭ്യമാണ്. സീനിയയിൽ നമ്മുടെ ക്ലൈമറ്റിന് നല്ല ഒരു ചെടിയാണ് സീനിയ. നല്ല ധാരാളം പൂക്കളുണ്ടാവും. പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയല്ല സീനിയ. വളരെ നല്ലൊരു ചെടിയാണത്. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പവിഴമുല്ല. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ലോണം പൂക്കൾ ലഭ്യമാണ്. ഇത് കുറച്ച് ഒരു കുറ്റിച്ചെടി പോലെയാണിത്. അധികം ഉയരം വെക്കാത്ത ഒരു ചെടിയാണ്. ഇത് ഒരു കളറിലാണ് ലഭ്യമാകുന്നത്. നല്ലോണം നിറച്ച് പൂക്കളുണ്ടാവും. നല്ല വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചെടിയാണിത്. അടുത്തതായിട്ട് ചെത്തി ഐറ്റംസ് ആണ്. നല്ല മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണിത്. നല്ല ധാരാളം പൂക്കൾ ഉണ്ട്. ചെറുതിലെ തന്നെ നല്ലോണം നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. വിവിധ കളറുകളിൽ പിങ്ക്, മഞ്ഞ പല കളറിലുണ്ട്. ഇത് വേറൊരു ചെടിയാണ്, നിക്കോഡിയ എന്ന് പറഞ്ഞ്. നിക്കോഡിയ നല്ലൊരു ചെടിയാണ്. നല്ല പൂക്കളൊക്കെ ഉണ്ടാകും. നല്ല ഒരു നല്ല നിറയെ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. നല്ല മനോഹരമായൊരു ചെടിയാണ് നിക്കോഡിയ. പിന്നെ ജമന്തി പല കളറിലുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ ലൻഡാന. ഇത് പല കളറിൽ നമുക്ക് ഗാർഡനിലൊക്കെ കൂടുതലായിട്ട് വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. വളരെ നല്ല ഒരു വെറൈറ്റി ചെടിയാണ്. കൂടുതലായിട്ട് നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പല കളറിൽ ലഭ്യമാണ്. വളരെ മനോഹരമായ ചെടിയാണിത്. ഇതാണ് വിങ്ക റോസ്. വളരെ നല്ലൊരു ചെടിയാണ്. നമുക്ക് അറിയാതെ വലിയ കവറിലോ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മുഴുവൻ സമയം പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ്. നമ്മൾ റോസിനേക്കാളൊക്കെ ലാഭകരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ്. എപ്പോഴും പൂവുണ്ടാവും. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെറിയ ചട്ടിയാണ്. ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് വലുപ്പമുള്ള 14 കവറോ അല്ല വലിയ പോട്ടിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിറയെ പൂക്കൾ. അത് കണ്ടാൽ വളരെ മനോഹരമായ ഒരു ചെടിയാണിത്, വിങ്ക റോസ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇനമാണ്
ഇത് ഡയാന്തസ് എന്ന് പറയും. ഇത് നല്ല ഒരു ചെടിയാണ്. നല്ല മനോഹരമായ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുകൂലമായി പിടിക്കുന്ന ഒരു ചെടിയാണ്. നിറയെ പൂക്കൾ. ഇത് ഇപ്പം ചെറിയ ചെടിയാണ്. ഇതിപ്പോൾ നല്ല വലിയ പാത്രത്തിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ചട്ടിയിലോ കവറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ അത് കുറ്റിപ്പായ വളരെയും നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു ചെടിയാണിത്. ജെറേനിയം. ഇത് നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ജെറേനിയം. ഇത് 2 ടൈപ്പ് ലഭ്യമാണ്, ക്രീപ്പർ ടൈപ്പും മിനിയേച്ചർ ടൈപ്പും. ഇത് അധികം ഉയരം വെക്കാത്ത ഒരു ടൈപ്പ് ജെറേനിയമാണ്. നല്ല പൂക്കൾ, അധികം വെള്ളമൊന്നും വേണ്ടാത്ത ഒരു വെറൈറ്റിയാണിത്. നല്ല മനോഹരമായ ചെടിയാണ്. പിന്നെ ഇത് നമ്മൾ ടിക്കോമ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് ഒരു കുറ്റിച്ചെടിയിൽ വളരുന്നതാണ്. ഇത് പല കളറിലുണ്ട്. റെഡ്, പിങ്ക്, പല കളറിൽ, മഞ്ഞ, ഇതെല്ലാം കളർ ലഭ്യമാണ്. ഇത് ധാരാളം പൂക്കൾ, എല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നടാൻ പറ്റിയ ഒരു വെറൈറ്റി ചെടിയാണ് ടിക്കോമ. പിന്നെ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ബട്ടൺ റോസ്. ചെറിയ മൊട്ട്, അത് ബട്ടൺ റോസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ചെറിയ മൊട്ടുകളായിട്ട് ഇങ്ങനെ ചെറിയ പൂക്കളാണ്. ഇത് അധികം വലിപ്പം ഉണ്ടാകുകയില്ല, നിറയെ പൂക്കളുണ്ടാവും. ഇത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ കേടുപിടിച്ച് നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല ഇത്. ഈ റോസ് നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു വെറൈറ്റി റോസാണിത്. ഇത് ബട്ടൺ റോസ്. പിന്നെ ഇത് അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ക്രീപ്പർ ടൈപ്പ് റോസ് ഉണ്ടോ. ഇത് വള്ളിയായിട്ട് പോകുന്ന റോസാണ്. ചെറിയ പൂവുണ്ടാവും. ഉണ്ട് പൂക്കൾ നല്ല റെഡ്, നല്ല രസമാണ് പൂക്കളെ കാണാൻ വേണ്ടി. വള്ളിയായിട്ട് നമുക്കൊരു സപ്പോർട്ട് വേണം ഈ ചെടിക്ക് നട്ട് കഴിഞ്ഞാൽ. അങ്ങനത്തെ റോസാണ് ക്രീപ്പർ ടൈപ്പ് റോസ്. നല്ല മനോഹരമായ പൂക്കളാണ്. നല്ല വള്ളിയായിട്ട് ഇങ്ങനെ കയറിപ്പോയി കമ്പെല്ലാം കുത്തി കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ അടുത്തൊരു വെറൈറ്റിയാണ്, കണ്ടോ എന്ത് മനോഹരമായ ചെടിയാന്ന് നോക്കി. കലാഞ്ചിയ എന്ന് പറയും. നല്ല നിറയെ പൂക്കളായിട്ട് വിവിധ കളറുകളിലാണ് കലാഞ്ചിയ വന്നിരിക്കുന്നത്. നല്ല രസമുള്ള മനോഹരമായ ചെടിയാണ്. ഇതിനൊക്കെ വളരെ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴാണ് ഈ ചീയുകയും ഒക്കെ ചെയ്യുന്നത്. വളരെ നല്ല ഒരു ചെടിയാണ്. നല്ല മനോഹരമായ, അധികം വലിപ്പം വെക്കാത്ത ഒരു ചെടിയാണ് കലാഞ്ചിയ. നല്ല മനോഹരമായ ചെടി. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഇത് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലാത്തൊരു മംഗളൂർ മല്ലിക എന്ന് പറയും. ഇത് കർണാടക ഭാഗത്ത് അല്ല തമിഴ്നാട്ടിലൊക്കെ മുല്ലപ്പൂമാല ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ്. നല്ല മണമാണ്. ഇത് വള്ളിയായിട്ട് പോകുന്ന ചെടിയാണ്. ഇത് കേരളത്തിലേക്കാളും പ്രധാനമായിട്ട് പോകുന്ന കർണാടക, തമിഴ്നാട് ഭാഗത്താണ്. നല്ല സ്മെല്ലുള്ള ചെടിയാണ്. നല്ല പൂക്കൾ, നിറയെ പൂക്കളുണ്ടാവും. വളരെ ഇതാണ്. ഇത് സലോഷിയുടെ ഒരു പുതിയ ഇനത്തിൽപ്പെട്ട സലോഷിയാണ്. വളരെ മനോഹരമായ, ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നല്ല രസമുള്ള ചെടിയാണ്. നല്ല നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും. വളരെ മനോഹരമായൊരു ചെടിയാണ്. ഒരു പുതിയ വെറൈറ്റി സലോഷിയാണിത്. ഉണ്ട് ജർബറ. എത്ര നിറത്തിലാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. വളരെ മനോഹരമായ പൂക്കളുമായിട്ട് നിറയെ പൂക്കൾ. വളരെ 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 നല്ല മനോഹരമായ കാഴ്ചയാണ്. വിവിധ കളറിൽപ്പെട്ട ജർബറയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനും വളരെ കുറച്ച് വെള്ളമേ കൊടുക്കാവുള്ളൂ. കൂടുതൽ വെള്ളം കൊടുക്കുമ്പോഴാണ് ഇത് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഒഴിക്കും, വൈകുന്നേരം ഒഴിക്കും. അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടില്ല. ഒരു നേരം മാത്രമേ ഇതിനൊക്കെ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെടി നിലനിന്ന് പോകും. അങ്ങനത്തെ ഒരു ചെടിയാണ് ജർബറ. നല്ല മനോഹരമായ ചെടിയാണ്. അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മേരി ഗോൾഡ് ഉണ്ടോ. വെന്തി എന്നൊക്കെ പറയപ്പെടുന്ന ചെടിയാണ്. ഇപ്പോൾ ഓണമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഐറ്റമാണ് മേരി ഗോൾഡ്. നമുക്ക് 3 കളറിൽ ഇപ്പോൾ ലഭ്യമാണ്. ഓറഞ്ച്, മഞ്ഞ, റെഡ് കളറ്. 3 കളർ ലഭ്യമാണ്. നല്ല രസമുള്ള ചെടിയാണ്. ബുഷായിട്ട് വളരുന്ന ഹൈബ്രിഡ് വെറൈറ്റി ചെടിയാണിത്. അതാണ് മേരി ഗോൾഡ്. ഇത് അടുത്തായിട്ട് നിങ്ങളെ പരിചയം ചെമ്പരത്തിയാണ്. നമുക്ക് വിവിധ കളറുകളിൽപ്പെട്ട ചെമ്പരത്തികൾ ലഭ്യമാണ്. ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പ് ചെമ്പരത്തികളാണ്. അധികം ഉയരം വെക്കാതെ വളരുന്ന ചെടിയാണ്. എപ്പോഴും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. ധാരാളം കളറുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആവശ്യക്കാർ വേഗം ബന്ധപ്പെടുക. റോസിൻ്റെ വിവിധ കളറുകൾ ലഭ്യമാണ്. നല്ല റോസുകളുണ്ട്, പല കളറിലുണ്ട്.
മഞ്ഞ, റെഡ്, അങ്ങനെ പല കളറിൽ ലഭ്യമാണ്. അത് നല്ല ഒരു റോസിൻ്റെ ശേഖരം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ റോസിൻ്റെ വേറെ ഇനത്തിൽപ്പെട്ടാണ് ഓർക്കിഡ് റോസ്. വള്ളിയായിട്ട് കുറച്ച് ക്രീപ്പറായിട്ടുള്ളതാണ്, അതിന് മുള്ളില്ല. ആ റോസിൻ്റെ പ്രത്യേകത മുള്ളില്ലാത്ത റോസയാണ്, അതാണ് ഓർക്കിഡ് റോസ്. അത് നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ആവശ്യക്കാർ നമ്മുടെ നേഴ്സറിയുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.